പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ഈ ധ്യാനം ആരംഭിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തിരുവചനം 1 തിമോഥെയോസ് 3 അധ്യായം 16 വാക്യമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാംവണ്ണം വലിയതാകുന്നു. ആമേൻ. സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ ആലപിച്ചിരുന്ന ഒരു വിശ്വാസ സംഗീതത്തിൻ്റെ ഒരു ഭാഗമായാണ് പല വേദപണ്ഡിതന്മാരും ഈ തിരുവചന ഭാഗത്തെ കാണുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതവും രക്ഷാകര പ്രവൃത്തിയും വളരെ ചുരുക്കത്തിൽ ഈ വചനം ഉൾക്കൊള്ളുന്നു. ദൈവഭക്തിയുടെ മർമ്മം അത് വലിയതാകുന്നു. സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസം ഒരു ആശയമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി സാക്ഷാൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തന്നെയാണ് ദൈവത്തിൻ്റെ മർമ്മം വെളിപ്പെട്ടത്. ആദ്യമായി നാം ധ്യാനിക്കുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. സർവശക്തനായ ദൈവം മനുഷ്യനായി, ആകാശത്തെ താങ്ങുന്നവൻ ഒരു ശിശുവായി കിടന്നു. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ഭാഗമായി തീർന്നു. ബേത്ലഹേമിലെ ആ രാത്രിയെ നമുക്ക് ധ്യാനിക്കാം. മറിയത്തിൻ്റെ കരങ്ങളിൽ കിടക്കുന്ന ശിശുവിനെ നോക്കുമ്പോൾ മനുഷ്യ കണ്ണുകൾ ഒരു കുഞ്ഞിനെ മാത്രമാണ് കാണുന്നത്. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കാണുന്നത് ലോകത്തിൻ്റെ രക്ഷകനെയാണ്. അവതാരം എന്നത് മനുഷ്യൻ ദൈവത്തിലേക്ക് കയറി ചെല്ലുവാൻ ശ്രമിച്ചില്ല. ദൈവം മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയായിരുന്നു. നമ്മുടെ കണ്ണുനീരും വേദനയും ഏകാന്തതയും വിശപ്പും നമ്മുടെ പരീക്ഷണങ്ങളും അവിടുന്ന് അനുഭവിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ദുഃഖങ്ങളിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് വിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ നമ്മുടെ ജീവിതത്തിലേക്കും വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ. അടുത്തതായി നാം ധ്യാനിക്കുന്നത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. യേശുവിൻ്റെ ജീവിതം പാപരഹിതമായിരുന്നു. യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പിതാവിൻ്റെ ശബ്ദം മുഴങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ക്രൂശിൽ മനുഷ്യൻ അവനെ കുറ്റവാളിയായി വിധിച്ചു. എന്നാൽ ഉയർപ്പിലൂടെ ദൈവം അവനെ നീതീകരിച്ചു. ഉയർപ്പ് ക്രിസ്തുവിൻ്റെ വിജയപ്രഖ്യാപനമാണ്. മരണം അവസാന വാക്കല്ലെന്ന് ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പലരും പരാജയങ്ങളാൽ തകർന്നിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മോട് പറയുന്നു, ദൈവത്തോടൊപ്പം ഒരു ജീവിതവും അവസാനിച്ചിട്ടില്ല. മൂന്നാമതായി ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ദൂതന്മാർ ആനന്ദഗാനം പാടി. പരീക്ഷണ സമയത്ത് ദൂതന്മാർ ശുശ്രൂഷിച്ചു. ഉയർപ്പിൻ്റെ രാവിലെ ദൂതന്മാർ ശൂന്യമായി കിടക്കുന്ന കല്ലറയുടെ സാക്ഷികളായി മാറി. ഇതിലൂടെ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. ഭൂമിയിലെ രക്ഷാപദ്ധതി സ്വർഗത്തിൻ്റെയും ആനന്ദ വിഷയമാണ്. ഓരോ മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് സ്വർഗം കാത്തിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിശബ്ദമല്ല. നമ്മുടെ ആത്മീയ പോരാട്ടങ്ങളിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. നാലാമതായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ബേത്ലഹേമിൽ ആരംഭിച്ച സുവിശേഷം ലോകത്തിൻ്റെ അറ്റങ്ങളിലേക്കെത്തി. മത്സ്യത്തൊഴിലാളികളായ അപ്പോസ്തലന്മാർ സാമ്രാജ്യങ്ങളെക്കാൾ ശക്തിയുള്ളവരായി തീർന്നു. കാരണം
അവർ സ്വന്തം ശക്തിയിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരുന്നു. ഇന്നും പരിശുദ്ധ സഭയുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല. ഓരോ വിശ്വാസിയും ഒരു സുവിശേഷ വാഹകനാണ്. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സ്നേഹത്തിലൂടെ, നമ്മുടെ ക്ഷമയിലൂടെ ക്രിസ്തു ഇന്നും ലോകത്തോട് സംസാരിക്കുന്നു. അഞ്ചാമതായി, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, എത്ര എതിർപ്പുകൾ ഉണ്ടായാലും ക്രിസ്തുവിലുള്ള വിശ്വാസം ലോകമെങ്ങും വ്യാപിച്ചു. രാജാക്കന്മാരും പണ്ഡിതന്മാരും ദരിദ്രരും രോഗികളും ഒരേ ക്രൂശിന്റെ മുൻപിൽ മുട്ടുകുത്തി. വിശ്വാസം ഒരു ബുദ്ധിപരമായ തീരുമാനം മാത്രമല്ല, അതൊരു സമർപ്പണമാണ്. കർത്താവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്ന ആത്മാവിൻ്റെ ഒരു വിളിയാണ്. ഇന്ന് നാം സ്വയം നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ വിശ്വാസം ജീവനുള്ളതാണോ? ഞാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവോ? അവസാനമായി, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹത്വത്തോടെ സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ അവിടുന്ന് നമ്മെ ഉപേക്ഷിച്ചില്ല. പരിശുദ്ധാത്മാവിനെ അയച്ചു, പരിശുദ്ധ സഭയെ സ്ഥാപിച്ചു, കൃപയുടെ മാർഗങ്ങൾ നൽകി. സ്വർഗാരോഹണം ഒരു വിടപറച്ചിലല്ല, അതൊരു വാഗ്ദാനമാണ്. ഒരു ദിവസം നാം അവനോട് കൂടി മഹത്വത്തിൽ പങ്കുചേരും. നമ്മുടെ ജീവിതയാത്ര ഭൂമിയിൽ അവസാനിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം നിത്യരാജ്യമാണ്. ഇന്ന് ഈ വചനം വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇതാണ് ദൈവഭക്തിയുടെ മഹാമർമ്മം. ഇതാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസം. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് നമ്മുടെ രക്ഷ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. കർത്താവായ യേശുവേ, അങ്ങയുടെ അവതാരത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് നിറയ്ക്കണമേ. അങ്ങയുടെ ഉയർപ്പിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമേ. അങ്ങയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ അവിടുന്ന് മാറ്റണമേ. ഒരു ദിവസം അങ്ങയുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.